നമസ്കാരം സുഹൃത്തുക്കളെ. 4.5 സെന്റ് സ്ഥലം, 1800 സ്ക്വയർ ഫീറ്റ്, ഒരു കിടിലൻ വീട്, 4 ബെഡ്റൂമിൻ്റെ. ഒരു ഡീറ്റെയിൽ കണ്ടാലോ? ഇതാണ് ആ വീട്. അപ്പം ഈ വീട് എവിടെ സ്ഥിതി ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ എടപ്പള്ളി പൂക്കാട്ടുപടി റൂട്ടിൽ കുഴുവേലിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 2 കിലോമീറ്റർ അകത്തേക്ക് കയറിയിട്ടാണ് ഈ വീട് ഉള്ളത്. 4.5 സെന്റ് സ്ഥലവും 1800 സ്ക്വയർ ഫീറ്റും. അപ്പോൾ നമ്മൾ അതിൻ്റെ കാർ പോർച്ചുകളാണ് നിൽക്കുന്നത്. ഒരു 2 കാറൊക്കെ കിടിലായിട്ട് കിടക്കാൻ പറ്റുന്ന രീതിയിലാണ് കാർ പോർച്ച് ഉള്ളത്. പ്ലസ് നമുക്കിവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു കിണറുണ്ട്, വെള്ളത്തിനൊന്നും ക്ഷാമമില്ല. ഈ സൈഡും പാർക്കിംഗ് ഉണ്ട്. ഒരു വലിയൊരു ഗേറ്റ്, കോർണർ 2 സൈഡ് റോഡുണ്ട് കേട്ടോ. ഈ സൈഡും റോഡുണ്ട്, ഈ സൈഡും റോഡുണ്ട്. വലിയൊരു കോർണർ ഗേറ്റ്, കോർണറിൽ വരുന്ന വലിയ ഗേറ്റാണുള്ളത്, വലിയൊരു ഗേറ്റാണുള്ളത്. ഓക്കെ, നമുക്കപ്പോൾ അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. കയറി വരുമ്പോൾ നമുക്കൊരു എന്താ പറയുക, സിറ്റ് ഔട്ടാണ്. അത്യാവശ്യം സ്പേസ് ഉള്ള 1-2 ചെയർ ഇടാൻ പറ്റുന്ന സ്പേസ് സിറ്റ് ഔട്ടാണുള്ളത്. അപ്പോൾ അകത്തേക്ക് കയറാം. ഇതാണ് കയറി വരുമ്പോൾ തന്നെയുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ എന്തൊക്കെയോ എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. ഫസ്റ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു 4 പാളിയുടെ ഒരു വിൻഡോയാണ് എനിക്ക് പറയാനുള്ളത്. 1, 2, 4 പാളിയുടെ വിൻഡോസ് ഉണ്ട് നമുക്ക്. ഓക്കെ, ഇതാണ്. അപ്പോൾ ഇവിടെ ഒരു ടി വി വെക്കാനുള്ള സ്പേസ് ഉണ്ട്, സീലിംഗും ചെയ്തിട്ടുണ്ട്. ഇതൊരു പുതിയൊരു ടൈപ്പ് ഡിസൈനാണ്, കണ്ടില്ലേ? ഇങ്ങനെ ഒരു ലൈറ്റ് കൊടുത്തേക്കണല്ലേ, അടിപൊളിയായിട്ടുണ്ടല്ലേ. പിന്നെ നമുക്കിവിടെ ഒരു ചെറിയൊരു മിനി സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത്. നമ്മുടെ സ്ഥലം കുറച്ചിങ്ങനെ നീളത്തിലാണ് കിടക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് നീളത്തിലാണ്, ഇങ്ങനെ നീളത്തിൽ തന്നെയാണ് പണിതേക്കുന്നത്. അപ്പോൾ ഡൈനിങ് ഏരിയ ആണ് ഈ വരുന്നത്. ഡൈനിങ് ഏരിയ തന്നെ നമുക്ക് സ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാഷിംഗ് ഏരിയ. ടാപ്പൊക്കെ കീഴിലും ടാപ്പാണ് കേട്ടോ. അത്യാവശ്യം വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്, ഒതുക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ സീലിംഗ് ഇങ്ങനെ ലൈൻ പോലെ ചെയ്തേക്കണം, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വീട് കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്കിത് ഓപ്പൺ കിച്ചണാണ് വരുന്നത്. ഇതാണ് കിച്ചൺ. ഇതൊരു ആംലൈറ്റോട് കൂടിയിട്ടുള്ള ഓപ്പൺ കിച്ചണാണ്. ഇവിടെയൊക്കെ സ്റ്റോറേജസ് ഉണ്ട്, കണ്ടില്ലേ? ഈ ഒരു കളർ കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട്, കണ്ടില്ലേ? ഗ്രാനൈറ്റ് ആണ്, നമ്മുടെ സ്ലാബിൽ ഉപയോഗിക്കുന്ന ഗ്രാനൈറ്റ് ആണ്. ഇവിടെയൊക്കെ സൈഡിൽ ഗ്രാനൈറ്റ് കൊണ്ടിട്ടുണ്ട്, ബ്ലാക്ക് ഗ്രാനൈറ്റ്. അടുക്കളയിലും ഫാനുണ്ട്. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. പെണ്ണുങ്ങൾക്കൊക്കെ മെയിനായിട്ട് ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ. അവർക്ക് ദൂരം വർക്ക് ഏരിയ സ്ഥലം കിട്ടിയാലും തികയില്ല. പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് കേട്ടോ, അത്രയും സ്ഥലമുണ്ട്. സ്ലാബുണ്ട്, ഗ്രാനൈറ്റിനെ കൊടുത്താണ്. ഇവിടെയൊക്കെ കബോർഡുണ്ട്. വർക്ക് ഏരിയ പ്രോപ്പറായിട്ട് ഷീറ്റ് ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഭയങ്കര സെറ്റാക്കിയിട്ടുണ്ട്. സൈഡെല്ലാം നമ്മുടെ കട്ട വിരിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. നമുക്ക് താഴത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഒരു വൈറ്റ് കളറാണ് കേട്ടോ കോമ്പിനേഷൻ. ഉണ്ടല്ലേ, കബോർഡിലൊക്കെ വന്നേക്കണ വൈറ്റ് കോമ്പിനേഷനാണ്. 2 ഡോർ കബോർഡുണ്ട്, ഒരു ഡ്രസ്സിംഗ് ടേബിളും ഉണ്ട്. ഇതൊക്കെ മൾട്ടിവുഡ് തന്നെയാണ്, MDF അല്ല, മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തേക്കണേ. കണ്ട, മൾട്ടിവുഡാണ്. പിന്നെ ഒരു 4-3 പാടിയുള്ള ജനലുണ്ട്. നല്ല വെളിച്ചവും ഒക്കെ കയറുന്ന രീതിയിലാണ് റൂമുള്ളത്. പിന്നെ നമുക്കുള്ളത് ബാത്റൂമാണ്, ടോയ്ലറ്റാണ്. ഇതാണ് ടോയ്ലറ്റ് വരുന്നത്. ഈ ഒരു
കളർ അടിപൊളിയായിട്ടുണ്ട്. ടൈലിൻ്റെ കളർ കണ്ടില്ലേ, ഗ്രിപ്പർ ടൈലാണ്. ഇപ്പം എല്ലായിടത്തും വാൾ ടൈലും ഫ്ലോർ ടൈലും സെയിം ആണ് ഉപയോഗിക്കുന്നത്. സിറയുടെ തന്നെ ടോയ്ലറ്റ് ആണ്. എല്ലാം ഫിറ്റിക്സ് ഒക്കെ ബ്രാൻഡഡ് ആണ്, ടൈൽസും ബ്രാൻഡഡ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ബെഡ്റൂം. രണ്ടാമത്തെ ബെഡ്റൂം നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. ഇതും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഒരു 3 ഡോർ കബോർഡ് ഉണ്ട്. ഒരു 4 പാളിയുടെ ഈ സൈഡിലും 3 പാളിയുടെ ഈ സൈഡിലും വിൻഡോ ജനലുണ്ട്. സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല വെളിച്ചം കയറുന്നുണ്ട്. അപ്പോൾ ക്ലയൻറ്റുകൾ വരുമ്പോൾ നോക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ വെളിച്ചം കയറുന്ന കാര്യങ്ങളൊക്കെ നോക്കുക. കുറച്ച് നമ്മൾ ലോങ് ടൈമായിട്ട് താമസിക്കുന്ന സ്ഥലമുണ്ടല്ലോ. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇതും സെയിം കളർ കോമ്പിനേഷൻ സെയിം തന്നെയാണ്. ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം സെയിം ആണ്. ഇനി നമുക്ക് മേളിലേക്ക് കയറാം. മുകളിലെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റേഴ്സ് വരുന്നത് ഗ്രാനൈറ്റ് ആണ്, പ്ലസ് ഈ വുഡും സ്ക്വയർ ട്യൂബിലും ചെയ്തേക്കണം. എനിക്ക് ഈ ഒരു വാം കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം ഈ ഒരു പോളിഷ് ചെയ്തേക്കണത്, ഇത് പോളിഷ് ചെയ്തേക്കണാണ്. അപ്പോൾ മേളിലേക്ക് കയറാം. മേളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു മിനി ഹോളുണ്ട്. മിനി ഹോൾ ഒന്നല്ല, 2 എണ്ണം ഉണ്ട്. ഇതും ഒരു മിനി ഹോളാണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ താഴ്ചയുള്ള അതേപോലെ തന്നെ ഡിസൈൻ ചെയ്തേക്കണം. ഫീലിംഗ് അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ നമുക്ക് അടുത്ത റൂമായിട്ടുള്ള ബാൽക്കണിയിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. ഇതാണ് ബാൽക്കണി വരുന്നത്. ഒരു ചെറിയ ബാൽക്കണിയാണ്. കാർ പോർച്ചൊക്കെ ഷീറ്റാണ് ഇട്ടേക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം. മേളത്തെ ആദ്യത്തെ ബെഡ്റൂമാണ്. ഇതാണ് ആ ബെഡ്റൂം വരുന്നത്. ഒരു ഫ്രഷ് വീടിന്റെ മണം. പണി കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. ഒരു 3 ഡോർ കബോർഡ് ഉണ്ട്. ഇതൊക്കെ മൾട്ടിവുഡ് തന്നെ ഉണ്ടോ. ഇവിടെ ചെറിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഓഫീസ് ഏരിയ. പിന്നെ സെയിം തന്നെ 4ഉം 3ഉം വിൻഡോസ് ആണ്. ഈ ഒരു ടൈലും ഇത് നമ്മുടെ സാധാ അപ്പുറത്തുള്ള തന്നെ സെയിം തന്നെ ടോയ്ലറ്റ് ആണ്, ബ്രാൻഡഡ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ടൈൽസ് വ്യത്യാസമുണ്ട്, ഡിസൈൻ വ്യത്യാസമുണ്ട്. ഒരു വാം ആയിട്ടുള്ള ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ അതെ ഫ്ലോറിങ്ങിനും അതെ അത്യാവശ്യം കൊള്ളാവുന്ന ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. കണ്ടില്ലേ, ഇവിടെ ഒരു 3, ഇവിടെ 4 പാളിയുടെ. എല്ലാ ബെഡ്റൂമിലും അങ്ങനെയായിട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. കാര്യം ഇവിടെ വഴി ആയതുകൊണ്ട് ഇത് പ്രോപ്പറായിട്ട് ഇവിടെ വെളിച്ചം എന്തായാലും കയറും. ഒരു 2 ഡോർ കബോർഡ് ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ടോയ്ലറ്റ് കിടിലനാക്കിയിട്ടുണ്ട്. ആ സെയിം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഓപ്പൺ ടെറസ് വരുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, 4 സെന്റ് സ്ഥലം 1800 സ്ക്വയർ ഫീറ്റുള്ള ഈ വീട് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 90 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്. നിങ്ങൾക്ക് ഈ പുക്കാട്ടുപടി ഏരിയ അല്ലെങ്കിൽ കുഴുവേലിപ്പടി ഏരിയ ഇവിടെ നിന്നൊക്കെ നിയർ ബൈ ആണ് ഇൻഫോ പാർക്കൊക്കെ. എന്താ പറയുക, പഞ്ചായത്ത് റോഡ് കട്ട് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ഇൻഫോ പാർക്കൊക്കെ ഒരു 6-7 കിലോമീറ്റർ മാക്സിമം ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ആർക്കെങ്കിലും ഈ വീട് ചൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ. അപ്പോൾ
നമ്മൾ കണ്ട വീട് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ നമുക്കൊരു 2 വില്ലയും കൂടി വരുന്നുണ്ട്. സെയിം തന്നെ, ഇതേ ഡിസൈനും ഇതേ കാറ്റഗറി, സെയിം സ്ഥലവും സെയിം സ്ക്വയർ ഫീറ്റൊക്കെ ഏകദേശം സെയിമാണ് ഈ 3 വീടും. അത് കുറച്ച് കൂടുതലും, ബാക്കി സെയിം തന്നെയാണ് ഈ വരുന്നത് ഈ 2 വീടും. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ഒരു ഫാമിലി ആയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ജ്യേഷ്ഠനെയ്മാരോ അങ്ങനെ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടൊക്കെ താമസിക്കണമെന്ന് ആഗ്രഹിക്കണവർക്ക് നല്ലൊരു ചോയ്സാണ്. അപ്പോൾ ഇത് 3 കാണിച്ചാണ്. ഈ സെയിം തന്നെ ഒരു 3 ഒരേ ഷേപ്പിൽ വരുന്ന ഒരു വീടാണ്, ഒരു ഏരിയ ആണ്.